എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പെക്കഹോളിക്സ്. എൻ്റെ പേര് ജോബു വിപിൻ വർഗീസ്. കുറേ പേര് ചോദിക്കുന്നു, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ഒക്ടോബർ തൊട്ട് നമുക്കിവിടെ ലോക്ക്ഡൗൺ ആണ് കാനഡയെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ മാറി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകാനോ ട്രാവൽ ചെയ്യാനോ ബാക്കി ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മൂഡില്ലായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്യാനും. അപ്പം ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ, എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറേ ചോദ്യങ്ങൾ ആൾക്കാരിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെ നമ്മുടെ വീഡിയോയുടെ കമൻസ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും സെയിം ചോദ്യം തന്നെ പലരും ചോദിക്കുന്നുണ്ട്. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം കുറേ പേർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം കുറച്ച് പേരെങ്കിലും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ കാനഡയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പായിട്ട് ഒരു എക്സ്പ്രസിൻ്റെ ഡ്രോ നടന്നു. കാനഡയിലേക്ക് വരാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ പ്രൊഫൈൽ ഒക്കെ ക്രിയേറ്റ് ചെയ്ത IELTS കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക. വളരെ കുറഞ്ഞ പോയിൻറ്റ്സിലാണ്, 75 പോയിൻ്റാണ് ആ സ്കോറിട്ട് വിളിച്ചിരിക്കുന്നത്. അത് മെയിനായിട്ട് എക്സ്പ്രസറി കാറ്റഗറിയിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലാണ് അത് വിളിച്ചിരിക്കുന്നത്. അത് മെയിനായിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് കാനഡയിൽ വേണം. അതാണ് ബേസിക് ക്രൈറ്റീരിയ. കൂടെ IELTS ബേസിക് സ്കോർ മതി. അപ്പം എന്തായാലും അതൊരു വലിയൊരു ഇൻസിഡൻറ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കാനഡ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആപ്ലിക്കൻസിനെ ഒറ്റയടി വിളിക്കുന്നത്. 27,000 പേരാണ് ഒറ്റ ഡ്രോയിൽ വിളിച്ചത്. അപ്പം തുടർന്നുള്ള ഡ്രോകളിലും കൂടുതലായിട്ട് ഇതുപോലുള്ള കൂടുതൽ ആൾക്കാരെ വിളിക്കാൻ സാധ്യതകളുണ്ട്. അപ്പം എല്ലാവരും എക്സ്പ്രസ് എൻട്രിക്ക് വേണ്ടിയുള്ള പ്രൊഫൈലുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് മെയിനായിട്ട് എന്നോട് കൂടുതൽ പേരും ചോദിക്കുന്ന ചോദ്യം കൾണറി മാനേജ്മെൻറ്റ് കോഴ്സുകളെ കുറിച്ച്, പിന്നെ ഈ ഫീൽഡിനെ കുറിച്ച്, എങ്ങനെയാണ് കുക്കിംഗ് ഫീൽഡ് അല്ലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളെ കുറിച്ച്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ, ഇപ്പം എന്നോട് ഇങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, +2 കഴിഞ്ഞ് ഈ കോഴ്സ് എടുക്കണോ, കൾണറി കോഴ്സ് എടുക്കണോ, നാട്ടിൽ പഠിക്കണോ, കാനഡയിലേക്ക് വരണോ, ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പം ഫസ്റ്റ് തിങ്, ഞാൻ ഒരാളോട് ഇപ്പം എന്നോട് സജഷൻ ചോദിച്ചിട്ട് ഞാൻ ഓക്കെ പോയി പഠിക്കുക എന്ന് പറയാൻ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ഫീൽഡ്, കൾണറി ഫീൽഡ് പുറമേ നിന്ന് കാണുന്ന ഒരു ഗ്ലാമറസ് മാത്രമല്ല, അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് വന്ന് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത്ര സുഖകരമല്ലാത്ത ഒരു ഫീൽഡ് തന്നെയാണ് പറയുന്നത്. ഇത്രയും ലോങ് അവേഴ്സ്, പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്രയും ലോങ് അവേഴ്സ് ഹീറ്റ് നിന്ന് വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് കണ്ടീഷൻസും ഒക്കെ നാട്ടിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് കൂടുതലാണ്. അപ്പം നിങ്ങൾ അതൊക്കെ അഡാപ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇതൊക്കെ ഓക്കെ ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് പ്രത്യേകിച്ച് ഇറങ്ങുക. ഇത്ര നല്ല രീതിയിൽ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിൽ സർവൈവ് ചെയ്യുമ്പോൾ പറ്റത്തുള്ളൂ. ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 30 പേര് അല്ലെങ്കിൽ 40 പേര് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 പേര് 5 പേര് മാത്രമായിരിക്കും ഇതിലേക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അത് പലർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ ഓരോരുത്തർ ഓരോ എക്സ്പീരിയൻസ് കൊണ്ടും അത് അവർ എങ്ങനെ ഈ ഫീൽഡിനെ അഡോപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഞാൻ മെയിനായിട്ട് എക്സാമ്പിൾ പറയാൻ വരും, എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട് പലരും ഈ ഫീൽഡ് വിട്ട് മാറിയിരിക്കുന്നുണ്ട് ഓൾറെഡി. അടുത്തത് എൻജിനീയറിങ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്തതിന് ശേഷം ജോലിക്ക് പോയി ജോലി കിട്ടാതിരിക്കുകയോ, അതിനുശേഷം കൾണറി പഠിച്ചാൽ കൊള്ളാം, എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര പാഷനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജുകൾ വരാനുണ്ട്. അതിനും എനിക്കത് എന്തോ ആണ് ഉത്തരം പറയേണ്ടത് എന്ന് കറക്റ്റ് അറിയുന്നില്ല. ഇങ്ങനെ പാഷനാണ്, എനിക്ക് കുക്കിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഭയങ്കര പാഷനാണെന്നൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ തോന്നുന്നു. പറയാൻ പാഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതല്ല. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് പ്രത്യേകം അതൊന്ന് കാണുമ്പം നമുക്കത് കൊള്ളാം, കുക്കിങ് രസമുള്ളതായിരിക്കും, ഫുഡ് കഴിക്കുന്നത് വേറൊരു നല്ലൊരു പരിപാടിയാണ് എന്നൊക്കെ തോന്നി ഈ ഫീൽഡിലോട്ട് ഇറങ്ങി പെടും എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിസ്റ്റം തന്നെ ആകും. എന്ന് പറഞ്ഞാൽ ഈ ലോങ് അവേഴ്സ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചിന്തിക്കുന്ന വളരെ എളുപ്പമുള്ളൊരു പരിപാടിയല്ല. ഫണ്ട്സ് യൂസ് ടു ആകണം. അതുകൊണ്ട് തന്നെയാണ് എന്നോടിപ്പോൾ ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെയും പറയും, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ വീഡിയോസിലും കളറിനെ കുറിച്ച് പറയുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങുക. എൻ്റെ വാക്ക് കേട്ടോ, അല്ലെങ്കിൽ ഒരാളിപ്പം പറയുന്ന കേട്ടിട്ട് കളറി ഫീൽഡ് അടിപൊളിയാണ്, അല്ലെങ്കിൽ നല്ല ശമ്പളത്തോടെ നല്ല അടിപൊളി ഫീൽഡാണെന്ന് വിചാരിച്ച് ഇറങ്ങരുത്. നിങ്ങൾ നിങ്ങളുടെ റിസർച്ചുകൾ നടത്തണം. നിങ്ങൾ അതിനു വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ആയിരിക്കണം. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിനുവേണ്ടി നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് ഇറങ്ങുക. അപ്പോൾ അടുത്ത പ്രധാനമായ ഒരു ചോദ്യം ചോദിക്കുന്നത് എൻ്റെ സാലറി എത്രയാണ്. അത് എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അതിപ്പോൾ നമുക്ക് എല്ലാവരും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്ത്രീകളോട് വയസ്സ് ചോദിക്കുക, പുരുഷന്മാരോട് സാലറി ചോദിക്കുക എന്ന് പറയും. എന്തെങ്കിലും എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയയൊക്കെയാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയാം. കാനഡയിൽ ഏറ്റവും ബേസിക്കായിട്ട് കൊടുക്കുന്ന സാലറി $14 per hour ആണ്. ഒരു ഷെഫായിട്ട് നിങ്ങൾ ജോലിക്ക് കയറുക, അല്ലെങ്കിൽ ഒരു കുക്കായിട്ട് നിങ്ങൾ ജോലിക്ക് കയറുകയാണെങ്കിൽ നല്ല ഒരു റെസ്റ്റോറൻറ്റ്സിൽ $16 per hour സ്റ്റാർട്ടിംഗ് ആയിട്ട് കിട്ടും. അത് പോയി മേളിലോട്ട് പോകും, അറൗണ്ട് 23-25. അതൊക്കെ ഓരോ റെസ്റ്റോറൻറ്റ്സിൻ്റെയും ഓരോരുത്തരുടെ സ്കില്ല്, എക്സ്പീരിയൻസ്, പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം എൻ്റെ മാത്രം സാലറി ഇറങ്ങുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമില്ല. അപ്പം അത് ഓരോ ഡിപ്പെൻഡ് അപ്പോണ്ടിരിക്കും. ഓരോരുത്തരുടെ ഓരോ ഇതിനൊക്കെ പ്രത്യേക ക്രൈറ്റീരിയസ് ത്രൂ നമ്മുടെ സാലറീസ് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ സാലറി എന്തിനാണ് ചോദിക്കുന്നത് എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ ചിലപ്പം അവർക്ക് ഇപ്പം നമുക്ക് നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്നവർക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് വരുന്നു. അതുകൊണ്ട് നമുക്ക് എത്ര നാൾ കൊണ്ട് അടച്ചു തീർക്കാം, എന്തോരം കാശ് ഉണ്ടാക്കാം എന്നൊരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത് എനിക്കറിയാം. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, $14 per minimum ഉണ്ട്, per hour ഉണ്ട്. സ്റ്റുഡൻസിനാണ് 20 hours വർക്ക് ചെയ്യുക ലീഗലി. അല്ല ഫുൾ ടൈം ആണെങ്കിൽ 40 hours ആണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് കൂടുതൽ പോകാം. പെർ അവറിൽ വരുമ്പോൾ ബൈ വീക്കിലിയാണ് ഓൾമോസ്റ്റ് എല്ലാ പേ ചെക്കുകളും വരുന്നത്. വൺസ് ഒരു ബൈ വീക്കിലി ആയതുകൊണ്ട് തന്നെ 40+40 80 hours മേലോട്ട്, അല്ലെങ്കിൽ ഒരു 85 hours മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്കാർ നമുക്ക് ഓവർ ടൈമിന് ക്യാഷ് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഓവർ ടൈമിനെ വലിയതായിട്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പം ബേസിക് ഒരു 40 hours per week എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എത്ര എമൗണ്ട് ഉണ്ടാക്കാം എന്ന് വെച്ച്. അടുത്തൊരു പ്രധാന ചോദ്യമാണ് ചോദിക്കുന്നത്, ഇൻഡസ്ട്രിയൽ ഇവാലുവേഷൻ ട്രെയിനിങ്, നമ്മുടെ ഹോട്ടൽ വിട്ടിട്ടുള്ള ട്രെയിനിങ്. ഏത് കോഴ്സ്, ഏത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് ആണെങ്കിലും, നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും, ഇവിടെ കോപ്പ് എന്ന് പറയും, നാട്ടിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ ഇവാലുവേഷൻ ട്രെയിനിങ് എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡീറ്റെയിൽസ് ഒരു കാര്യം പറയാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം ഈ ഒരു കാര്യത്തെക്കുറിച്ച്. എനിക്ക് സെക്കൻഡ് ഇയർ ഹാഫ് ആയപ്പോഴാണ് എനിക്ക് പോയെന്ന് തോന്നുന്നത്. കറക്റ്റായിട്ട് പീരീഡ് ഓർക്കുന്നില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണ്. എന്തായാലും 6 മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി എനിക്ക് സെലക്ഷൻ കിട്ടിയത് അലീല എന്നൊരു പ്രോപ്പർട്ടി ആയിരുന്നു. ഇപ്പോഴും പ്രോപ്പർട്ടി ഇല്ല, അത് റാഡിസൺ ബ്ലൂ ആണ്. ഞങ്ങൾ 6 പേര് ചേർന്നാണ് ഒരു ബാച്ചായിട്ട് ഞങ്ങളത് പോയത്. അത് വളരെ പറയുകയാണെങ്കിൽ അത് വലിയൊരു സ്റ്റോറിയാണ്. ഒരു 6 മാസത്തെ സ്റ്റോറി തന്നെ പറയേണ്ടി വരും. വളരെ രസകരമായും അതുപോലെ തന്നെ ഭയങ്കര വിഷമമുള്ളതും ഒരു പീരീഡായിരുന്നു ആ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ സമയം. നമ്മൾ ശരിക്കും അനുഭവിച്ചു, ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും അനുഭവിച്ചു. അതിൻ്റെ പക്ഷേ നല്ല അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടി. ഞാനൊക്കെ നമുക്ക് സാധാരണ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ കുറച്ച് മാസം 4 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറ്റും. ഫുഡ് പ്രൊഡക്ഷൻ, സർവീസ്, ഹൗസ് കീപ്പിംഗ്, ഫ്രണ്ട് ഓഫീസ്. ഞങ്ങളിവിടെ ചെന്നപ്പോൾ ആദ്യം ചോദിച്ചത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് എന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് പ്രൊഡക്ഷനാണ് താല്പര്യം. അപ്പോൾ ഓരോന്ന് പറഞ്ഞു. 6 മാസവും ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് ട്രെയിനിങ് കിട്ടിയത്. അയ്യോ, അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. 20 മണിക്കൂർ ഒക്കെ നിന്ന് ഊപ്പാട് വരുമായിരുന്നു നമ്മുടെ. അതിപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഡിഫറൻസ് ആയിട്ട് മാറി വരും കേട്ടോ. ചിലർക്ക് അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചിലർക്ക് ഇതിനെക്കാട്ടും നല്ല എക്സ്പീരിയൻസ്, നല്ല കാര്യങ്ങളൊക്കെ കിട്ടിക്കാണും. എന്നാലും നമ്മുടെ ബേസിക്, നമ്മുടെ അടിത്തറ പാകുന്ന ഒരു മെയിൻ ഘടകമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. അത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ഏറ്റവും അടിപൊളിയായിരിക്കും. അത് മെയിനായിട്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് വളരെ ശരിക്കും ഉപകാരപ്പെട്ടു. 6 മാസം പ്രൊഡക്ഷനിൽ തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. ഞാൻ ബേക്കറി വർക്ക് ചെയ്തു, സാലഡ് സെക്ഷനിൽ വർക്ക് ചെയ്തു, ഇന്ത്യൻ സെക്ഷനിൽ വർക്ക്, ഓൾമോസ്റ്റ് എല്ലായിടത്തും ഓടി നടന്നു പണിയെടുത്തു. നമുക്ക് ട്രെയിനീസിനെ
പണ്ടത്തെ ഒരു സ്റ്റൈലല്ല ഇപ്പം കുറച്ചുകൂടെ വരുന്നത്. ഇപ്പം കുറച്ചുകൂടെ ഒക്കെ ഷെഫ്മാർ ലിബറലാണ് കുറച്ചുകൂടെ ഒക്കെ. അവർ നേരത്തെ കുറച്ച് നാൾ ഒരു എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, നമ്മളൊരു 1-2 മാസം പുറകെ നടക്കണം. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമുക്കൊന്ന് ക്യാച്ച് ചെയ്തെടുക്കണമെങ്കിൽ. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നീ ഇതൊന്നും കൊണ്ട് ചെയ് എന്ന് പറഞ്ഞ് അവർക്ക് സഹി കെട്ടിട്ട് പഠിപ്പിച്ച് തരികയാണ്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സവോള പൊളിക്കുക, അങ്ങനെ പരിപാടികളൊക്കെ ചെയ്ത് മട്ടും ചാക്കണക്കിനാണ് ഒരു ദിവസം പൊളിക്കേണ്ടത്. വേറെ ഒരു പരിപാടിയില്ല, രാവിലെ ഇട്ടിരുന്ന് സവോള പൊളിക്കുക. എന്തായാലും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഞാനിപ്പോൾ എന്നോട് കുറേ പിള്ളേർ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന്. എനിക്കത് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം, നിങ്ങളത് അടിപൊളി നല്ല കഷ്ടപ്പാട് ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് വരുന്നവർ അടിപൊളിയായിട്ടായിരിക്കും ബാക്കി നിങ്ങളുടെ ലൈഫ് സെറ്റായി പോകുന്നത്. ആ 6 മാസം നിങ്ങൾക്ക് ഏറ്റവും ബേസ് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സുവർണ്ണ അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ പറയുക, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഒക്കെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തതായിട്ട് മെയിനായിട്ട് എനിക്ക് വരുന്നൊരു ചോദ്യമാണ്, ഇവിടെ ജോലി കിട്ടുമോ, ജോബ് വിസ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരുന്നത്. ഗൾഫ് കൺട്രി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഗൾഫ് കൺട്രീസിനെ കൂട്ടല്ല നമുക്ക് അങ്ങനെ ഒരു ജോബ് വിസ ഓഫർ ചെയ്യാനോ ഒക്കെ വളരെ ഡിഫിക്കൽട്ടായ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ കുറേ ഫേക്ക് പരിപാടികൾ നടക്കുന്നുണ്ട്. കുറേ ഏജൻസിക്കാർ ഇതൊക്കെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ പരിപാടിയൊന്നും ഇത് ശരിക്കും എത്രത്തോളം 90% നടക്കത്തില്ല, പക്ഷേ 10% എവിടെയൊക്കെ ഒപ്പിച്ചൊക്കെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കാശ് കൊണ്ട് ഏജൻസിക്കാർക്ക് കൊടുക്കാതിരിക്കുക. ജോബ് വിസ എന്നൊരു പരിപാടി ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെയിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആണ് കൊടുക്കുന്നത്. കുറേ പേര് നമ്പർ ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാനൊരു ഏജൻസി നടത്തുന്ന ആളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പെർഫെക്റ്റ് നോളജ് ഉള്ള ഒരാളും അല്ല. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതും വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഹായ് അയച്ചിട്ട് എൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ കാര്യം അയക്കുക. വൺസ് ഞാൻ ഫ്രീ ആകുമ്പം എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 90% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പം അതും കൂടെ ഒക്കെ ഒന്ന് പരിഗണിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്